അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റിയാണ് അല്ലേ. അപ്പോൾ എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന സമയം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നിലധികം പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് നമുക്കൊന്ന് നോക്കാം, ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. അത് 3 പ്രാവശ്യം എനിക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, പ്രിൻ്റ് എഫ് വിളിക്കും, പിന്നെ പ്രിൻ്റ് എഫ് വിളിക്കും, പ്രിൻ്റ് എഫ് വിളിക്കും. അപ്പോൾ അത് 5 പ്രാവശ്യം ആണെങ്കിലോ ഞാൻ 5 പ്രാവശ്യം ഈ ഒരു പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതണം അല്ലേ. അപ്പോൾ ഇതൊരു 1000 പ്രാവശ്യം എനിക്ക് ചെയ്യണമെങ്കിലോ, അപ്പോൾ ഈ ഒരു ലൈൻ എന്ത് ചെയ്യണം, ഞാൻ 1000 പ്രാവശ്യം എഴുതണം. പക്ഷേ അതൊരു ടൈം കൺസ്യൂമിങ് ടാസ്ക് ആണ്, അല്ലെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 2000 അല്ലെങ്കിൽ ഒരു 10 ലക്ഷം പ്രാവശ്യമൊക്കെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് വെരി ഹാർഡ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിലധികം പ്രാവശ്യം ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഐറ്ററേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നിലധികം പ്രാവശ്യം എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സി പ്രോഗ്രാമിൽ ബേസിക്കലി 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഉള്ളത്. വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ഉണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ ഇത് 3ഉം നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം, റൈറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ഞാനൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൻ്റെ കൺസെപ്റ്റ് ആക്ച്വലി മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ എളുപ്പമായിരിക്കും, റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഇതിൽ നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് വെയിൽ ലൂപ്പ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. വെയിൽ ലൂപ്പ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഡു വൈൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഡു വൈൽ എളുപ്പമാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഫോർ ലൂപ്പ് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. എല്ലാം കണക്റ്റഡ് ആണ് ആൻഡ് ഇറ്റ് വാസ് വെരി ഈസി, റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെയിൽ ലൂപ്പ് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, വെയിൽ ലൂപ്പിൽ ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഇത് ഈ ഒരു ഡയഗ്രാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻഡ് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൂപ്പിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, എല്ലാം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും, റൈറ്റ്. അപ്പോൾ ആദ്യം ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുകയും ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുക, ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടെർമിനേഷൻ ആണ് നടക്കണം, അല്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, അത് നേരെ പിന്നെയും ആ കണ്ടീഷൻ പോയി ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ എന്ത് ചെയ്യും, ട്രൂ ആണെങ്കിൽ പിന്നെയും ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് എക്സിക്യൂട്ട് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതായത് ഇതൊരു ലൂപ്പ് പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഏത് സമയം വരെ, ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ. അപ്പോൾ ഫോൾസ് ആകുമ്പോൾ എന്താ ചെയ്യുന്നത്, എൻഡ് ഓഫ് ദി ലൂപ്പ് അല്ലേ, ഈ ഒരു ലൂപ്പ് അവസാനിക്കുകയാണ് ചെയ്യുന്നത്, അതായത് എൻഡ് അവസാനിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അത് അവസാനിക്കുക അല്ല ചെയ്യുന്നത്, എന്ത് ചെയ്യും, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതായത് ആ കണ്ടീഷൻ തെറ്റാകുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. തെറ്റാകാൻ നേരത്തെ എന്ത് ചെയ്യും, ആ ലൂപ്പിൽ നിന്ന് പുറത്തിറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെ വരും, വളരെ എളുപ്പമാണ്. ഞാൻ ആക്ച്വലി ഇവിടെ ഒന്ന് എഴുതി കാണിച്ചു തരാം. അതായത് സിൻടാക്സ് എന്ന് പറയാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുക, വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് വരുന്നത്, വൈൽ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബ്ലോക്ക് ഓഫ് കോഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഇത് ക്ലോസ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യും, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഇത് ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുക, പിന്നെ അവസാനിക്കുകയാണ് ചെയ്യണം, അല്ല. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയാൻ നേരത്ത്, അതായത് ഈ ഒരു ഇതിൻ്റെ അകത്തുള്ള കോഡ് എക്സിക്യൂട്ട് കഴിയാൻ നേരത്ത് പിന്നെയും എന്ത് ചെയ്യും, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ട്രൂ ആണെങ്കിൽ പിന്നെയും ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇതങ്ങനെ ഫോൾസ് ആകുമ്പോൾ മാത്രമേ ഇതിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് ഓർത്താൽ മതി. അതായത് സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്തേണ്ടേയിരിക്കും. എപ്പോൾ വരെ, ഈ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്, ഇവാലുവേഷൻ്റെ പാർട്ട് ഫോൾസ് ആകുന്നത് വരെ എന്ത് ചെയ്യുന്നു, ഈ വൈൽ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തേണ്ടേയിരിക്കും, റൈറ്റ്. അപ്പോൾ ബേസിക്കലി ഇതാണ് എന്തെന്ന് പറയുന്നത്, വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 3 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എഫ് വിളിച്ച് എഴുതിയിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വെയിൽ ലൂപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു, റൈറ്റ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആക്ച്വലി വെയിൽ ലൂപ്പിനെ പറ്റിയിട്ട് നമ്മൾ നോക്കാൻ പോകണം, ഓക്കെ.
അപ്പം നമ്മൾ ഈ ലൂപ്പ് വെയിൽ ലൂപ്പ് അല്ല, ഡു വെയിൽ ലൂപ്പ് അല്ല, അഥവാ ഫോർ ലൂപ്പ് ആയാലും നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ബേസിക്കലി ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി, വെയിൽ ലൂപ്പിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായി. എന്നാൽ ഏതൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും അവിടെ ആക്ച്വലി 3 പാർട്ടുകൾ ഉണ്ടായിരിക്കും, റൈറ്റ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പോൾ വെയിൽ ലൂപ്പ് എടുത്താലും ഡു വെയിൽ ലൂപ്പ് എടുത്താലും അഥവാ ഫോർ ലൂപ്പ് എടുത്താലും ഈ 3 പാർട്ടുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് എന്താകുന്നത്, അത് ലൂപ്പായിട്ട് മാറുന്നത്, റൈറ്റ്? അപ്പോൾ ഏതൊക്കെയാണ് 3 പാർട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇനിഷ്യലൈസേഷൻ, റൈറ്റ്? ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടായിരിക്കും ലൂപ്പിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഒരു കണ്ടീഷൻ പാർട്ട് ഉണ്ടായിരിക്കും ലൂപ്പിൻ്റെ അകത്ത്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു അപ്ഡേഷൻ പാർട്ട് ഉണ്ടായിരിക്കും ലൂപ്പിൻ്റെ അകത്ത്. അപ്പോൾ ഈ 3 പാർട്ടുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് വെയിൽ ലൂപ്പിനെയും ഡു വെയിൽ ലൂപ്പിനെയും ഫോർ ലൂപ്പിനെയും. അപ്പോൾ അത് എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് കൂടി ചേരുമ്പോൾ ലൂപ്പ് ആവുന്നതെന്ന് ഞാൻ അടുത്തതായിട്ട് വെയിൽ ലൂപ്പിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. ആ വെയിൽ ലൂപ്പ് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡു വെയിലും മനസ്സിലാവും, അതുപോലെ ഫോർ ലൂപ്പും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം, റൈറ്റ്? അപ്പോൾ നമുക്ക് വെയിൽ ലൂപ്പിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വൈൽ ലൂപ്പ് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ വൈൽ ലൂപ്പ് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ വൈൽ ലൂപ്പ് എഴുതുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് വൈൽ ലൂപ്പ് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം നമുക്ക് എന്താ വേണ്ടത്, ഇനിഷ്യലൈസേഷൻ വേണം. അപ്പോൾ നമുക്ക് വൈൽ ലൂപ്പ് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ട, ഇനിഷ്യലൈസേഷൻ പാർട്ടാണ്, പിന്നെ നമുക്ക് കണ്ടീഷൻ പാർട്ട് ആൻഡ് ദെൻ അപ്ഡേഷൻ പാർട്ട്. ഓക്കെ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് എല്ലാ ലൂപ്പിലും വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വൈൽ ലൂപ്പ് എഴുതുന്ന ടൈമിൽ ആദ്യം നമുക്ക് എന്ത് വേണം, ഇനിഷ്യലൈസേഷൻ പാർട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഒരു ഇൻറ്റീജറിനെ ഞാൻ ആക്ച്വലി ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. 0 എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ചിട്ട് ഞാനൊരു ഇൻറ്റീജറിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം കണ്ടീഷനാണ്. എന്തിൻ്റെ കണ്ടീഷൻ, വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, വൈൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. 3 പ്രാവശ്യമല്ലേ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട. അപ്പോൾ I എന്ന് പറയുന്നത് <3 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആകുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ വൈലിൻ്റെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലേ? ട്രൂ ആകുവാണെങ്കിൽ വൈലിൻ്റെ അകത്തോട്ട് അല്ലെങ്കിൽ വൈലിൻ്റെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്കൊരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തായിരിക്കും, വൈൽ ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും. വൈൽ ലൂപ്പ് ട്രൂ ആകുവാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, പ്രിൻ്റ് എഫ്, അതായത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതുവാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഹലോ വേൾഡ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. എന്നിട്ട് ഈ വൈൽ ലൂപ്പിൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അപ്ഡേഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ഞാൻ എഴുതുന്നത്. അപ്പോൾ I = I+1 അപ്ഡേഷൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയായി, ഇനിഷ്യലൈസേഷനായി, കണ്ടീഷനായി ആൻഡ് ദെൻ അപ്ഡേഷനായി. അപ്പോൾ ഇതാണ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ വൈൽ ലൂപ്പ്, അല്ലേ? അപ്പോൾ വൈൽ ലൂപ്പിൻ്റെ ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്, റൈറ്റ്? അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു വൈൽ ലൂപ്പിൽ ശരിക്കും എന്താണ് ഇതിൻ്റെ വർക്കിംഗ് പാർട്ട്, എന്താണ് സംഭവിക്കുന്നത്, വർക്ക് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മെമ്മറിയിലും അല്ലെങ്കിൽ ഔട്ട്പുട്ടിലും കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം, റൈറ്റ്? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും വൈൽ ലൂപ്പിൻ്റെ ഒരു ഫ്ലോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ആ ഒരു കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ സംഭവിക്കുന്നത്, ഇനിഷ്യലൈസേഷൻ I എന്ന് പറയുന്ന വാല്യൂ എന്തായി, 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു, റൈറ്റ്? അപ്പോൾ I യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് I എന്ന് പറഞ്ഞാൽ <3 ആണോ, ആണ്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, ആ ഒരു ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ലൂപ്പിൻ്റെ അകത്തോട്ട് കയറി, അപ്പോൾ അകത്തോട്ട് കയറിയപ്പോൾ എന്താ, ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്താ, ഔട്ട്പുട്ട് യൂണിറ്റിൽ ഹലോ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റായി. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ, അടുത്തെന്ന് പറഞ്ഞാൽ അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ I യുടെ വാല്യൂ എന്തായി, I യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 കൂടി. അപ്പോൾ I യുടെ വാല്യൂ എന്തായി, I യുടെ വാല്യൂ 1 ആയി. I യുടെ വാല്യൂ 1 ആയപ്പോൾ എന്താ സംഭവിച്ചത്, പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടെർമിനേഷനാണോ നടക്കുന്നത്, അല്ല. സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ ഫോൾസ് ആയാൽ മാത്രമേ ടെർമിനേഷൻ നടക്കുള്ളൂ, അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാണ്, കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ നേരത്ത് I is <3. അയാളുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താ, 1. അപ്പോൾ 1 <3 ആണോ, കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പിന്നെയും പ്രിൻ്റ് എഫ് എന്താ, ഹലോ വേൾഡ്. അപ്പോൾ പിന്നെയും നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റിൽ ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന I യുടെ വാല്യൂ എന്താ, 1 കൂടി. അപ്പോൾ I യുടെ വാല്യൂ ഇപ്പോൾ എന്തായി, 2 ആയി, റൈറ്റ്?
ഐയുടെ വാല്യൂ ഇപ്പോൾ 2 ആയിട്ട് മാറി. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? പിന്നെയും അവിടുന്ന് നേരെ പോകുന്നത് കണ്ടീഷനിലോട്ടാണ്. കാര്യം സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നേരെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താ? I less than 3. അപ്പോൾ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആണോ? കറക്റ്റാണ്. അപ്പോൾ പിന്നെയും കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ എന്താ? ആ ഒരു ലൂപ്പിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെയും ഒരു ഹലോ വേൾഡ് നമുക്കവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടും ഔട്ട്പുട്ട് യൂണിറ്റിൽ. ഓക്കെ, അതിനുശേഷം എന്താ? പിന്നെയും I equal to I plus 1 ആയിട്ട് മാറി. അപ്പോൾ ഐയുടെ വാല്യൂ എന്തായി? ഇപ്പോൾ 3 ആയിട്ട് മാറി. ശ്രദ്ധിക്കണം, ഐയുടെ വാല്യൂ ഇപ്പോൾ 3 ആയിട്ട് മാറി. എങ്ങനെ 3 ആയിട്ട് മാറിയിട്ട് പിന്നെയും എന്താ സംഭവിക്കുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നു. നേരെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നു. 3 ലെസ് ദാൻ 3 എന്നായിരിക്കും ചെക്ക് ചെയ്യുന്നത്. കറക്റ്റ് ആണോ? അല്ല. കാര്യം 3 ലെസ് ദാൻ 3 ആണോ? അല്ല. ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പം കണ്ടീഷൻ ഫോൾസ് ആയി. കണ്ടീഷൻ ഫോൾസ് ആയി എന്താ സംഭവിക്കേണ്ടത്? പിന്നെ ലൂപ്പിൽ നിന്ന് ഇറങ്ങണം. പിന്നെ ലൂപ്പ് വർക്ക് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ടെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയി. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറൂല. പിന്നെ ഈ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്തോട്ട് പിന്നെ കയറൂല. ഇപ്പോൾ ഫോൾസ് ആയതുകൊണ്ട് എന്താ സംഭവിച്ചത്? കണ്ടീഷൻ തെറ്റാണ്, അതുകൊണ്ട് തന്നെ ലൂപ്പ് സ്റ്റോപ്പായി, ലൂപ്പ് ടെർമിനേറ്റ് ആയി. റൈറ്റ്? അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് എന്താ കിട്ടിയത്? ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ 3 പ്രാവശ്യം ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ദ വർക്കിംഗ് ഓഫ് എ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിൾ കൺസെപ്റ്റാണ് വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് തോന്നുവാണെങ്കിൽ നേരെ നമ്മുടെ ഗ്രൂപ്പിൽ വരിക, ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൽ ലൂപ്പ് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ? റൈറ്റ് എ സി പ്രോഗ്രാം ടു പ്രിൻറ്റ് ദ ഫസ്റ്റ് 10 നമ്പേഴ്സ് യൂസിങ് ദ വൈൽ ലൂപ്പ്. അതായത് ആദ്യത്തെ 10 ഡിജിറ്റ്, അതായത് നമ്മുടെ നമ്പർ, അതായത് ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ആദ്യത്തെ 10 ഡിജിറ്റ് പ്രിൻറ്റ് ചെയ്യാനാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം? നമുക്ക് ആക്ച്വലി 0 തൊട്ട് 9 വരെ പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 1 to 10 വരെ പ്രിൻറ്റ് ചെയ്യാം. അത് എങ്ങനെ വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്യാം. ആദ്യത്തെ 10 ഡിജിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 to 10 വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. റൈറ്റ്? അപ്പോൾ ഞാൻ ആക്ച്വലി നമുക്കറിയാം വൈൽ ലൂപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്ന്. ഞാനപ്പോൾ സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ആക്ച്വലി എഴുതുവാണ്. ഹാഷ് ഇൻക്ലൂഡ് stdio.h, അതിനുശേഷം എന്താണ്, പിന്നെ വോയിഡ് മെയിൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഇൻറ്റീജർ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 3 സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഒരു നം ഈക്വൽ ടു നം എന്ന് പറഞ്ഞിട്ട് ഇൻറ്റീജർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ് 0ക്ക് സെറ്റ് ചെയ്തു. സോ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? കണ്ടീഷൻ ചെക്ക് ചെയ്യണം. സോ വൈൽ നം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നം എന്ന് പറയുന്നത് ലെസ് ദാൻ എന്തായിരിക്കണം? 10 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 10 ഡിജിറ്റ് കിട്ടും. ആൻഡ് ദെൻ പ്രിൻ്റ് ഓഫ് എന്താണ്? എന്ത് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മിൻ്റെ വാല്യൂ അത് 0ൽ നിന്നും 10ലേക്ക് പോകും. അപ്പോൾ നമ്മിൻ്റെ വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യിച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 10 വരെയുള്ള നമ്പർ ആക്ച്വലി കിട്ടും. റൈറ്റ്? ഇപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? നമ്മ പ്രിൻറ്റ് ചെയ്യിക്കാം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മ 0 ആയിട്ട് പ്രിൻറ്റ് ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? നം ഈസ് ഈക്വൽ ടു നം പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും? നം എന്നുള്ളത് 1 പ്രിൻറ്റ് ചെയ്യും. നമ്മൾ ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ നോക്കിയതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അങ്ങനെ 10 ഡിജിറ്റ് പ്രിൻ്റ്. ഞാൻ ആക്ച്വലി ഇതൊന്ന് ന്യൂ ലൈൻ കൊടുക്കുവാണ്. അപ്പോഴേക്ക് നമുക്ക് താഴെ കിട്ടിക്കോളും. ഓക്കെ, ഞാൻ ഒന്ന് കുറച്ച് ബുക്ക് വെക്കുക. കണ്ടോ? 10 ഡിജിറ്റ് നമുക്ക് കിട്ടി. ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു, 0 തൊട്ട് 9 വരെ 10 ഡിജിറ്റ് ആണ്. ബട്ട് 0 തൊട്ട് 9 വരെ എന്താണെന്നറിയോ? നമ്മൾ ഈ നമ്മ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യിക്കണം 0 എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രിൻ്റ് ആകുമ്പോൾ 0 തൊട്ടേ പ്രിൻ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്കിത് 1 ആക്കുവാണെങ്കിൽ ആക്ച്വലി എന്തിനാ 1 ആക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു ഈക്വൽ ടു ഇടണം. അതെന്താണെന്ന് മനസ്സിലായോ? അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനിത് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കണ്ടോ? ഇപ്പോൾ 10 വന്ന്. ഇവിടെ ഞാൻ ഈക്വൽ ടു ഇട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ 10 വരെ 10 എടുക്കൂല. 10 വരെയുള്ള വാല്യൂസേ പ്രിൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ 1 to 9 പ്രിൻറ്റ് ചെയ്യുള്ളൂ. 10 കൂടി പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഈക്വൽ ടു ഇട്ടാൽ മതി. റൈറ്റ്? അപ്പോൾ ഇതാണ് നമ്മൾ വൈൽ ലൂപ്പിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. വളരെ സിമ്പിളുള്ള പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.